ഹലോ ശബരി. മച്ചു, ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നീ ഇത് എവിടെയാ? അത് ശരി. എന്നിട്ട് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചല്ലേ ഉള്ളൂ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്താൻ ഇത്ര പെട്ടെന്ന് ഫ്ലൈറ്റ് ഒക്കെ കിട്ടോ? കഴുത്തറപ്പം കാശ് കൊടുക്കേണ്ടി വന്നു. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ചില ഇഷ്യൂസ്. ഓ, ഞാൻ നേരിട്ട് വന്നാലേ പറ്റുമെന്ന് കോർപ്പറേഷന്റെ ഒരു ഇൻഡാസ് വന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു. മേയറെ നേരിട്ട് വന്ന് കാണണമെന്ന് ഒരു ഉപദേശവും. ഞാനിപ്പോ അയാളെ കാണാൻ പോവാ. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ സൈറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം. നീ എത്തിയാ മതി. ഗ്രേറ്റ്. നീ ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. മേയറെ നേരിട്ട് കണ്ട് കുറച്ച് കാശ് പോക്കറ്റിട്ട് കൊടുത്തിട്ട് ഞാൻ ഉടനെ എത്താടാ. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. നീ വാ, ഞാൻ അവിടെ തന്നെ കാണും. ശരി എന്നാ. അയ്യോ, വല്യുനെ ഒന്നും കഴിച്ചില്ലല്ലോ. മതി കല്യാണി, അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഹായ് മച്ചു, നീ വന്നിട്ട് കുറച്ചു നേരം ആയോ? ഇടയ്ക്ക് എന്റെ കമ്പനിയിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ കണ്ടു. അവൻ നാളെ മടങ്ങി പോവാ. ഇവിടെ അടുത്ത അവന്റെ വീട്. അങ്ങോട്ടൊന്ന് കയറി. നീ എന്നെ വിളിക്കുമല്ലോ എന്ന് കരുതി. അല്ല, എങ്ങനെ നടന്നു നിന്റെ എൻഗേജ്മെന്റ്സ് ഒക്കെ? ഹലോ മച്ചു. എത്തിയോ? എത്ര നാളെയടാ കണ്ടിട്ട്. ബെസ്റ്റ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വന്ന് നിന്നോട് സംസാരിച്ചൊന്നും കേൾക്കാതെ നീ ഈ മൊബൈലിൽ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു? അല്ല, മുമ്പുള്ളവരെ ഫോട്ടോ ആണോ? നോക്കട്ടെ. ഇത് നിന്റെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോ അല്ലേ? ഇതിലിപ്പോ എത്ര നോക്കാൻ എന്തിരിക്കുന്നു? ഞാൻ കരുതി. നീ ഒന്നും കരുതണ്ട. ഈ കണ്ണുകൾക്കൊരു മാജിക്കൽ പവർ ഉണ്ട്. മാത്രമല്ല, ഈ കണ്ണുകളും ഞാനും തമ്മില് ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെയാ എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, ഈ കണ്ണുകളും കല്യാണിയും തമ്മില് എന്തോ ബന്ധമുണ്ടെന്നൊരു തോന്നലും എനിക്കുണ്ട്. കല്യാണിയോ? അതാരാ പുതിയ കഥാപാത്രം? സുന്ദരിയാ? ഈ കണ്ണുകളും കല്യാണിയും തമ്മില് എന്തോ ബന്ധമുണ്ടെന്നൊരു തോന്നലും എനിക്കുണ്ട്. കല്യാണിയോ? അതാരാ പുതിയ കഥാപാത്രം? സുന്ദരിയാ? പോടാ, നമ്മുടെ ഡ്രൈവർ ദാസേട്ടന്റെ മോള്. വീട്ടു ജോലിക്കാരിയായിട്ട് വന്നതാ. ഇന്ന് അവളാ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഓ, ദാസേട്ടനെ അറിയാലോ നിനക്ക്. ദാസേട്ടനേക്കാൾ കൂറും വിശ്വാസവും പുലർത്തുന്നവൾ. അവളെ വെറും ഒരു ജോലിക്കാരിയായിട്ട് കരുതാൻ പറ്റുന്നില്ല. കുടുംബത്തിലൊരു അംഗത്തെ പോലെ അവള്. കൊള്ളാലോ. പഠിക്കുന്ന സമയത്ത് പോലും ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്ത് സംസാരിക്കാത്ത നീ ഇപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഇത്ര വാചാലനാവണമെങ്കിൽ നിന്റെ മനസ്സിൽ അവള് കേറിക്കൂടിയിട്ടുണ്ടെന്ന് തീർച്ചയാ. മച്ചു, സത്യം പറ, നീ അറിയാതെ അവളെ പ്രണയിക്കുന്നുണ്ട് അല്ലേ? ഏയ്, നീ എന്തൊക്കെയാടാ പറയുന്നേ? അവൾ എന്റെ ഒരു ഫ്രണ്ടാണെന്ന് ഞാൻ അവളോട് എന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവളോട് നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രണയമൊന്നുമില്ല. ഓ, അങ്ങനെ. എന്നാ ശരി. നിന്റെ വീട്ടിലിപ്പോ എത്ര പാചകക്കാരികളുണ്ട്? അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. 3 പേര് കാണും. 3 പേര്. ശരി, എങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും ഒരു പേര് നിനക്ക് പറയാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടാ. അതാണ് പോയിന്റ്. അപ്പൊ കല്യാണി അല്ലാതെ ഒരാളെ നീ ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം
കല്യാണിക്ക് നിന്റെ മനസ്സിൽ അത്രയ്ക്ക് സ്ഥാനമുണ്ടെന്നാ. Am I right? ശരിയാ, ഞാൻ പറഞ്ഞല്ലോ അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. വെറും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എങ്കിൽ ഞാൻ ചെറിയൊരു ബെറ്റ് വയ്ക്കുക. നിന്റെ കല്യാണം കഴിയുന്നതുവരെ നീ കല്യാണിയോട് അല്പം അകലം പാലിക്കും. ഒരു 10 ദിവസമെങ്കിലും അങ്ങനെ കല്യാണിയെ അകറ്റി നിർത്താൻ പറ്റിയ നിനക്ക് കല്യാണിയോട് പ്രണയമില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. എന്തു പറയുന്നു? പിന്നെന്താ, ഓക്കെ, അതൊരു പ്രശ്നമേ അല്ല. ഇന്ന് മുതൽ കല്യാണി ഔട്ട്. വരത്ര നീ കാച്ചോറ. ഫോൺ മറ്റൊരു മിനിറ്റ്. ഹലോ, ഞാൻ എത്തി. ഇല്ല, കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്? കല്യാണിയല്ല എന്റെ വിഷയം, ഈ കണ്ണുകളാണ്. നീ എവിടെയാ ഉള്ളത്? എപ്പ കാണും? പറയാൻ പറ്റുമോ? ഇതെന്തോന്നാ സാധനം? കണ്ടാലറിയാൻ വയ്യേ, വെജിറ്റബിൾ കുറുമ. പെടുന്നെടുത്ത് കഴിക്കേ. ഇതൊക്കെ വെച്ച് എങ്ങനെയാ മനുഷ്യന്മാർ ആഹാരം കഴിക്കുന്നത്? ഓഹോ, എന്തു പറ്റി? ഇതൊന്നും കഴിക്കുന്ന ഞങ്ങൾ ആരും മനുഷ്യരല്ലേ? ദേ, വലിയ ഡയലോഗ് ഓടിക്കാതെ എടുത്ത് കഴിക്കണ ചക്ക. എന്നാലേ എനിക്കിതൊന്നും വേണ്ട. ഇന്ന് എനിക്കിപ്പം മീനില്ലെങ്കിൽ പോട്ടെ, പക്ഷെ ചേച്ചി പോയി എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ട് വരണം, എന്നാലേ ഞാൻ കഴിക്കൂ. ദേ അനിയൻകുട്ടാ, ഇപ്പൊ മീനും ഇറച്ചി ഒന്നും കഴിച്ചൂടാ. അല്ലെങ്കിൽ ചേച്ചി ഓംലെറ്റ് എപ്പോഴും ഉണ്ടാക്കി തരില്ലായിരുന്നോ? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കൂ പ്ലീസ്. ഇന്നെന്താ വിശേഷം? ചേച്ചി വല്ല വ്രതത്തിലുമാണോ ഇപ്പോ? ഏയ്, ഞാൻ വ്രതത്തിലൊന്നും അല്ല. പക്ഷെ വല്യുഞ്ഞിന്റെ അനിയും കുഞ്ഞിന്റെ നിശ്ചയം കഴിഞ്ഞിരിക്കുകയല്ലേ. ഇനി കല്യാണം വരെ മീനും ഇറച്ചിയൊന്നും കഴിക്കരുതെന്നാ മാഡം പറഞ്ഞിരിക്കണേ. മനസ്സിലായോ? ആഹാ, കൊള്ളാലോ. അവരുടെ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതിന് നമ്മൾ മീനും ഇറച്ചിയും കഴിച്ച എന്താ കുഴപ്പം? ഇതെവിടത്തെ ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ദേ, നീ കൂടുതൽ ന്യായം അന്യായം നോക്കണ്ടാട്ടോ. വിശക്കുന്നെങ്കിൽ തിന്നിട്ട് എണീറ്റ് പോ. അങ്ങനെ തിന്നാൻ എനിക്ക് മനസ്സില്ല. ചേച്ചി എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തന്നേ പറ്റൂ, അല്ലാതെ ചേച്ചി ഇവിടെ നിന്ന് പോണ്ട. എന്നെ നിനക്ക് ഓംലെറ്റ് ഇല്ല, ഒന്നും ഉണ്ടാക്കി തരില്ല. ഇവിടെ ഇതേ ഉള്ളൂ. ഇല്ല, എനിക്ക് ഓംലെറ്റ് വേണം. ഇപ്പൊ കിട്ടും. എനിക്ക് ഓംലെറ്റ് തരാതെ ഞാൻ വിടില്ല. അനികൂടെ വിടുന്നുണ്ടോ? എനിക്ക് ഓംലെറ്റ് വേണം. അനികൂടെ വിടാ. എനിക്ക് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വേണം. ശരിയാക്കി തരാം. കഴിച്ചിട്ട് പോ. നിർത്ത്. എന്താ ഇവിടെ ബഹളം? ആഹാരം കഴിക്കുമ്പോൾ അടിയാണോ രണ്ടെണ്ണം? അനിയൻകുട്ടാ, മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എണീറ്റ്. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല അച്ഛാ. വെറും ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേ പറ്റില്ലെന്ന ഈ ചേച്ചിയുടെ വാശി. എന്താ മോളെ അവനൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താല്? ഇവിടെ മുട്ടയില്ലേ? എന്താ പ്രശ്നം? അച്ഛാ, അത് പിന്നെ വല്യുഞ്ഞിന്റെ അനിയും കുഞ്ഞിന്റെ നിശ്ചയം കഴിഞ്ഞിരിക്കുക. കല്യാണം വരെ ഇറച്ചി മീനൊന്നും ഉണ്ടാക്കരുതെന്നാ മാഡം പറഞ്ഞിരിക്കണേ. ഞാനിത് തെറ്റിക്കില്ല. ഇനി ആ കല്യാണം കഴിയണവരെ ഈ വീട്ടിൽ വെജിറ്റേറിയനെ വെക്കൂ. തീരുമാനമാണോ അത്? തീരുമാനം. അച്ഛന്റെ കാര്യത്തിലും അതാ എന്റെ പോളിസി. അങ്ങനെയാണെങ്കിൽ ശരി. അനിയൻകുട്ടാ, എന്താ അച്ഛാ? നിനക്കിത് കഴിക്കാൻ വയ്യെങ്കില് ഹോട്ടലിൽ ചെന്ന് പത്തിരി ഇറച്ചിയും കഴിച്ചിട്ട് വാ കേട്ടാ. അവിടെ ഡ്രൈവർ രഘു ഇപ്പൊ കഴിക്കാൻ പോകുന്നു പറയുന്നത് കേട്ടു. നീ കൂടി ചെല്ല്, അവൻ നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നായിക്കോളൂ. ശരി അച്ഛാ, താങ്ക് യു. കൊള്ളാം, അച്ഛൻ തന്നെയാ അവൻ ഇങ്ങനെ ഇറച്ചി മീനൊക്കെ വാങ്ങിക്കൊടുത്ത് തടുപ്പിച്ചെടുക്കണേ. അവൻ ഇപ്പോഴും ഓവർ വെയിറ്റാ, അറിയാലോ. അവന്റെ വെയിറ്റൊക്കെ ഞാൻ കുറപ്പിച്ചോളാം. അതിനു മുമ്പ് എനിക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. എന്താ അച്ഛാ? മാഡം അവിടെ തൃച്ചംബരത്തല്ലേ ഇറച്ചി മീനും വെക്കരുതെന്ന് പറഞ്ഞത്? ഇവിടെയല്ലല്ലോ. നമ്മൾ അവിടുത്തെ വെറും ജോലിക്കാരാ, അല്ലാതെ അഖിലാണ്ടേശ്വരി മേഡത്തിന്റെയും മക്കളുടെയും സ്വന്തക്കാരോ ബന്ധക്കാരോ ആരുമല്ല. മനസ്സിലായോ? നീ ആ കുടുംബത്തോട് കാണിക്കുന്ന വിശ്വാസവും ആത്മാർത്ഥതയും ഒക്കെ നല്ലത് തന്നെയാ. പക്ഷേ അത് മനസ്സിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ടാവരുത്.
നന്നായി മനസ്സിലാവുന്നുണ്ടോ എൻ്റെ മോൾക്ക്? അച്ഛാ, അതിന് ഞാൻ വേറൊന്നും. വേണ്ട, കൂടുതൽ വിശദീകരിച്ച് വിഷമിക്കണമെന്നില്ല മോളെ. മനസ്സിൽ തോന്നുന്നത് ഞാനങ്ങ് തുറന്നു പറയുക. നിന്റെ ഇപ്പോഴത്തെ രീതികളും പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നുമോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ഓർത്തോളൂ. ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് അവർ നിന്നെ പട്ടുവസ്ത്രത്തിൽ പൊതിയുകയും പൊന്നും രത്നമൊക്കെ ധരിപ്പിക്കുകയൊക്കെ ചെയ്യും. വേണമെങ്കിൽ ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ വിളിച്ച് എഴുന്നള്ളിക്കാനും മടിക്കില്ല. പക്ഷേ നേരെ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ നീ ഡ്രൈവർ ദാസിൻ്റെ മോളാ, വീട്ടുജോലിക്കാരി കല്യാണി. വീട്ടിലെ തോട്ടക്കാരൻ, ഡ്രൈവർക്കും കുസിനിക്കാരിക്കും ഒക്കെ ഓരോരോ സ്ഥാനമുണ്ട്. പട്ടുമെത്ത വിരിച്ച കട്ടിലല്ല, നിലത്തിരുന്ന് കുഴി കുഴിച്ച് കുമ്പിളിൽ കഞ്ഞി കുടിക്കാനുള്ള സ്ഥാനം. അത് മനസ്സിലാക്കി നടന്നാൽ എൻ്റെ മോൾക്ക് കൊള്ളാം. അതെനിക്ക് പറയാനുള്ളൂ. ആന വായ പിളർക്കുന്നത് പോലെ അണ്ണാൻ വായ പിളർക്കരുത് എന്നർത്ഥം. അനുഗ്രഹം ഉള്ളതുപോലെ. ചേച്ചി ശ്രീ ശിവരാമകൃഷ്ണൻ, അങ്ങോട്ട് കൊടുക്കും.
മാഡം, ആ? ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന 4 പേരും കൂടി ഒരുമിച്ച് പത്രിക ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതെ, നിങ്ങൾ 4 പേരും ഒരുമിച്ച് ഈ കല്യാണ പത്രിക ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് കല്യാണം നന്നായി നടക്കണേന്ന് പ്രാർത്ഥിക്കും. ഇനി 4 പേർക്കും അച്ഛന്റെ അമ്മയുടെയും കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാം. നന്നായി വരട്ടെ. നന്നായി വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു മക്കളെ. നന്നായി വരട്ടെ. ഇനി എന്റെ 2 മരുമക്കളും ചേർന്ന് ഭഗവാന്റെ കാൽപാദത്തിൽ വച്ചിരിക്കുന്ന കല്യാണ പത്രിക എടുക്ക്. അയ്യോ, ഏയ്, പ്രിയങ്ക വേണ്ട. നന്ദന, എന്തായി കാണിക്കുന്നെ? കൈ കൊള്ളും. വേണ്ട, കൈ കൊള്ളിക്ക്. മോളെ, പ്രിയങ്ക, മാറ്. എന്തായി കാണിക്കുന്നത്? വേണ്ട, തീയാണ്, തുടരുത്. ഛേ, വേണ്ട. നിങ്ങൾ പറയുന്നത് കേൾക്ക്. നന്ദന വേണ്ട. നന്ദന, എന്തായി കാണിക്കുന്നത്? മോൾ വേണ്ട, കൈ കൊള്ളും. പറയുന്നത് അയ്യോ, കേൾക്ക്. വേണ്ട, കൈ കൊള്ളും. പ്രിയങ്ക, എന്തായി കാണിക്കുന്നത് നന്ദന? വേണ്ട. പറയുന്നത് കേൾക്ക്. കൈ കൊള്ളും. മാറ്. വേണ്ട, മേഡം, കൈ കൊള്ളും മേഡം. മേഡം വേണ്ട. അയ്യോ, മേഡം. അയ്യോ വേണ്ട, കൈ പൊള്ളും. നന്ദന തീയത് പ്ലീസ്. പ്രിയങ്ക വേണ്ട, മോളെ നിർത്ത്. നന്ദന, പ്രിയങ്ക. പറയുന്നത് കേൾക്ക്. നന്ദന, കൈ തീ കൊള്ളും. അത് മാറ്. please. പ്രിയങ്ക, അരുത്. നന്ദന, പ്രിയങ്ക, മാറ്. കല്യാണി, നീ അങ്ങോട്ട് മാറി നിൽക്ക.
എന്തിനാ ഇപ്പൊ നീ കല്യാണി അടിക്കാൻ പോയത്? ഞാൻ എങ്ങനെയെങ്കിലും ആ തീ അണയ്ക്കാൻ നോക്കിയപ്പോ ഇവിടെ വെള്ളം ഒഴിച്ച് എല്ലാം നാശമാക്കി. മാഡം, മാഡത്തിന്റെ കൈ പൊള്ളിപ്പോവാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഛേ, എന്റെ കൈ പൊള്ളിയ നിനക്ക് എന്താടി നഷ്ടം? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി തലയിടാൻ നോക്കണ്ട. കുറെ നാളായല്ലോ ഇത്. അടുക്കളക്കാരിയുടെ ജോലി ചെയ്താൽ മതി, കേട്ടല്ലോ? ആനന്ദകാരി തടഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഇന്നത്തോടെ തീർന്നേനെ നിന്റെ കാര്യം. പ്രിയങ്ക